ജിംഖാനയില് ബേബിജിന്റെ ക്യാരക്ടർ അത് ജിംഷി ഖാലിദ് ആണോ? ആണല്ലേ. ജിംഷി ഖാലിദ് റഹ്മാൻ റാപ്പ് എങ്ങനെയാണ് ആസ് എ ബ്രദേഴ്സ്? വെരി ഗുഡ് റാപ്പ്, നല്ല റാപ്പാണ്. വി ഫൈറ്റ് ലോട്ട്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എനിക്കായാലും അവനായാലും. ആൻഡ് വെൻ വി ഷൂട്ട് ബോക്സിങ് ആർക്ക് എപ്പോൾ എങ്ങനെ ഇടികൊള്ളും എന്നൊക്കെ ഉള്ള വ്യക്തമായ ധാരണ റഹ്മാനുണ്ട്. പക്ഷെ അത് ഹൗ ടു ക്യാപ്ചർ ഇറ്റ് എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ അതിന്റെ ഫുൾ ഫ്രീഡം പുള്ളി എനിക്ക് തരാറുണ്ട്. ഇതിൽ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇല്ല, നമ്മുടെ മറ്റേ തൃശ്ശൂർ സ്റ്റേറ്റ് ബോക്സിംഗ് പരിപാടി ഇല്ലേ, അതാണ് ചെയ്യാൻ പോണത്. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ട് വളർന്നിട്ടുള്ള ടൈപ്പ് മാസാണ് ഇപ്പോഴും അവർക്ക് കേറ്റർ ചെയ്യേണ്ടത്. ഐ എം നോട്ട്. ഞങ്ങള് ഓട്ടം വരെ നടന്നിട്ടുണ്ട്. ആ സ്ട്രീറ്റ് ഫൈറ്റ് കഴിഞ്ഞിട്ട് പിള്ളേർ ഓടി രക്ഷപ്പെടുന്നതും ആംബുലൻസിന് കൈ കാണിച്ചിട്ട് ആംബുലൻസ് വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും നടന്നതാണ്. അങ്ങനെ ഞങ്ങള് എല്ലാം പാക്ക് ചെയ്ത് ഓടടാ ഓട്ടം റൗണ്ടിൽ കൂടെ ഓടിയിട്ടുണ്ട്. ശരിക്കും ജില്ലയിൽ ജയിച്ചു. അപ്പൊ 1-2 ആയിരുന്നു. വെറും 1-2. ഈ വലുത് ചെറുത് ഷാനു എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് ആക്ച്വലി ഉള്ളതാണ്, ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്നതാണ്. അവർക്ക് പടം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ എനിക്കറിയില്ല, അവന്മാർ കണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ട് ഇത് മനസ്സിലായോ എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. With RJ Rafi. 2011 അവസാനത്തിൽ ഡാത്തടിയുടെ സെറ്റിലേക്ക് സ്വന്തം മിക്കാക്ക ഷൈജു ഖാലിദ് പറഞ്ഞിട്ട് ഒരു പയ്യൻ ക്യാമറ ക്രൂവിലേക്ക് വരികയാണ്. അങ്ങനെ 4 വർഷത്തിന് ശേഷം ആ പയ്യൻ സ്വന്തം പടം എടുക്കുകയാണ്, ഇൻഡിപെൻഡൻറ്റ് സിനിമാറ്റോഗ്രാഫറായി. ഇന്ന് ആ പയ്യൻ സിനിമാറ്റോഗ്രാഫിയിൽ ഒരു ബ്രാൻഡ് നെയിമാണ്. സോ ജിംഷി ഖാലിദ്, വെൽക്കം ടു സ്റ്റാർജ. താങ്ക് യു. എപ്പോഴാണ് നമ്മളൊരു സിനിമാറ്റോഗ്രാഫിയിൽ ഒരു ബ്രാൻഡ് നെയിമായി മാറുന്നത്, ആലോചിച്ചിട്ടുണ്ടോ? ഇത് ബ്രാൻഡ് നെയിം ആണെന്ന് പറഞ്ഞ റാഫിയാണ്. ഞാൻ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അങ്ങനെ അതിനെ കണ്ടിട്ടില്ല. വാട്ട് എവർ കംസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, I take it with honesty. That's it. True passion. പക്ഷെ ജിംഷി ആണ് DOP എന്ന് പറയുമ്പോൾ സിനിമയിലും പ്രേക്ഷകർക്കൊക്കെ എക്സ്പെക്ടേഷൻസ് ഉണ്ട് എന്നറിയാലോ. അതാണ് ബ്രാൻഡ് നെയിം. താങ്ക് യു. ജിംഖാനയില് ബേബിജിന്റെ ക്യാരക്ടർ അത് ജിംഷി ഖാലിദ് ആണോ? അധികം ആലോചിക്കണ്ട, യെസ് ഓർ നോ എന്നിട്ട് ബാക്കി ആണല്ലേ. ബേബിജിനാണ് ജിംഷി. അല്ല, അങ്ങനെയല്ല. പടത്തില് കാണിക്കുന്ന പോലെ തന്നെ ഈ ബാക്കി എല്ലാവരും ബോക്സ് ചെയ്തപ്പോൾ അതിൽ നിന്ന് മാറി മാറ്റ് റെസ്ലിംഗ് ഫ്രീ സ്റ്റൈല് ചൂസ് ചെയ്തത് ഞാനാണ്. ഡിസ്ട്രിക്റ്റ് തന്നെ തോറ്റുപോയത് ഞാനാണ്. ബാക്കി എല്ലാവരും ജയിച്ചവര് സ്റ്റേറ്റിലേക്ക് പോയി, ഞാൻ അവരുടെ കൂടെ ചുമ്മാ പോയതാണ്. സ്വഭാവത്തിൽ ഈ ഗുണങ്ങളുണ്ടായിരുന്നോ ബേബിജിന്റെ ക്യാരക്ടറിനുണ്ടായ അന്നത്തെ ജിംഷിക്ക്? പുള്ളിക്ക് ഒരു ബോക്സറിൽ നിന്ന് ഇടി കൊണ്ടതിന്റെ അതിന്റെ ഒരു പ്രശ്നം പുള്ളിക്കുണ്ട്. ഞാൻ ബോക്സ് ചെയ്യൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതല്ലാതെ നമുക്ക് ഡാത്തടിയിലേക്ക് വീണ്ടും തിരിച്ചു പോവാം. അന്ന് 2011 ഷൈജു ഖാലിദ് വിളിച്ചു പറഞ്ഞിട്ട് ഡാത്തടിയുടെ ലൊക്കേഷനിലേക്ക് പോകുന്ന ജിംഷി ഖാലിദിന് ഓർമ്മയുണ്ടോ? അല്ല, ഓർത്തെടുക്കാൻ പറ്റുമോ? I remember everything. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഷൈജു ഖാനോട്, എനിക്ക് അസിസ്റ്റ് ചെയ്യണം ക്യാമറ? ഒരുപാട്. ഞാനൊരു 22 ഫീമെയിൽ കോട്ടയം മുതൽ ഞാൻ ചോദിക്കുന്ന, പക്ഷേ ഡാത്തടിയിലാണ്. he made me wait for some time. ഓക്കെ. അന്ന് ഫസ്റ്റ് സെറ്റിലേക്ക് ഡാത്തടിയുടെ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ജിംഷിയുടെ ഹോപ്സ് എന്തൊക്കെയായിരുന്നു അന്നത്തെ? ഒന്നുമില്ല. ഞാൻ അവിടെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം പോയത്. ഫസ്റ്റ് ചെയ്ത പണികൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ചെയ്ത പണികൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആർട്ടിസ്റ്റിന്റെ പൊസിഷൻസ് മാർക്ക് ചെയ്യുക, അവർക്ക് വേണ്ടി പൊസിഷൻ കൊടുക്കുക, ആൻഡ് ഈ ക്ലിപ്പ് അടിക്കുക, ടേപ്പ് അടിക്കുക. ഇപ്പൊ അവിടെയാണ് ഞാൻ സജിത് പുരുഷനെ പരിചയപ്പെടുന്നു. ഈസ് എ DP ഓഫ് ഉണ്ട, സോ മെനി ഫിലിംസ്. സജിത്ത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. സജിത്തിന് എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് സെൻറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തന്നെ എനിക്ക് കാണിച്ചു തന്ന സജിത്താണ്. എൻ്റെ ഫസ്റ്റ് പടമാണ് സജിത്ത്. അതിന് ആ സമയം കൊണ്ട് ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ സെറ്റിൽ ബിഹേവ് ചെയ്യാൻ എങ്ങനെ വേണം, ഇൻ ദ സെൻസ്
ഇൻ ടേംസ് ഓഫ് വർക്ക് എങ്ങനെ വേണമെന്ന് എന്നെ പഠിപ്പിച്ചൊരു വ്യക്തിയാണ്. പിന്നെ അവിടെയാണ് ഞാൻ ആൽബി ചേട്ടനെ കാണുന്നത്. അപ്പോൾ ക്യാമറ ആണ് നമ്മുടെ പരിപാടി എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാതെ ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും നോക്കാം, ഇത് പറ്റിയില്ലെങ്കിൽ അത് ചെയ്യാം എന്നുള്ളൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമാറ്റോഗ്രാഫി വർക്കായില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തേനെ, സിനിമയിന്ന് വിട്ടേനെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മീഡിയം അതാണ്. അതുകൊണ്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമാറ്റോഗ്രാഫിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എഡിറ്റിംഗ് ട്രൈ ചെയ്തതാണ്. ഞാനൊരു എഡിറ്ററുടെ കൂടെ, അത് ഷൈജു ഖാൻ്റെ ഒരു സുഹൃത്ത്, അപ്പോൾ പുള്ളി എന്നെ പറഞ്ഞിട്ടാണ് ഞാനതിന് ട്രൈ ചെയ്യണം എഡിറ്റിംഗ്. അപ്പോൾ അത് ഇഷ്ടമായിരുന്നു എഡിറ്റിംഗ്, പക്ഷെ അതൊരു പ്രൊഫഷനാക്കി എടുക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഐ തോട്ട് ലൈക്ക് വൈ നോട്ട്. ക്യാമറയിൽ ആദ്യത്തെ ഗുരു വലിയ കാക്കയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇപ്പം ഇല്ല. പക്ഷെ സിനിമാറ്റോഗ്രാഫിയിലെ ഗുരു ആരാണെന്ന് വെച്ചാൽ ഷൈജു ഖാനെ പറയാം, അതോ ആൽബി ചേട്ടനെ പറയാം? ഇവർ രണ്ടുപേരും മാത്രമല്ല. ഇപ്പം ഞാൻ സമീർ താഹിറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ അവരിൽ നിന്നൊക്കെ ഞാൻ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ സമീർ ഖായുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ പിന്നീടാണ്. ഞാൻ എൻ്റെ പടം ചെയ്ത് കഴിഞ്ഞാൽ, അനുരാഗ് കരിക്കും വെള്ളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിയുടെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പോകുന്നത്. പുള്ളി എൻ്റെ ഗുരുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആണെന്ന് തന്നെ പറയേണ്ടി വരും. സമീർ താഹിർ, യെസ്, പുള്ളി എൻ്റെ ഗുരു തന്നെയാണ്. ഇപ്പം ഈ ബാക്കിയുള്ളവർ രണ്ടുപേരെ പോലെയും. ആരാണ് ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്ത 3 പേരും എൻ്റെ ഗുരുക്കളാണ്. എനിക്ക് ഞാൻ ഇപ്പോൾ ഒരു സെറ്റ് ഹാൻഡിൽ ചെയ്യാനും ഒരു 150 പേര് അല്ലെങ്കിൽ 200 പേരുള്ള ഒരു സെറ്റ് നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൺട്രോൾഡ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്നും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചത് ആൽബി ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. ഒരു ഇമേജ് എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റപ്പ് ചെയ്തു, ലൈറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ ഫൈൻ ട്യൂണിങ് ഒക്കെ ചെയ്യാനും ഉണ്ടാവും. ഷൈജുക്കാട് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എത്രയൊക്കെ നമ്മൾ 100% ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്ക് അതിനകത്തൊരു ട്വീക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഡി പിയെ വിളിക്കുമ്പോൾ അസോസിയേറ്റ്സ് ഓർ ലൈക്ക് ഗാഫേഴ്സ്, നമ്മൾ ലൈറ്റപ്പ് കഴിഞ്ഞിട്ട് ഡി പിയെ വിളിച്ച് സർ ലിറ്റ് കഴിഞ്ഞു, വി ആർ റെഡി ടു ഷൂട്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഷൈജുക്ക വന്നു കഴിഞ്ഞാൽ ഷൈജുക്കാക്ക് എന്തെങ്കിലും ചേഞ്ചൊക്കെ അവിടെ മിക്ക സമയങ്ങളിലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അത് പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഷോട്ട് ലിറ്റ് ചെയ്യണം, ഫൈൻ ചെയ്യണം എന്ന് എപ്പോഴും എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വാശി പോലെയൊക്കെ, ആഗ്രഹമല്ല, ഒരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. നോക്കണമല്ലോ, നടന്നോ? പിന്നെ അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ആ സെറ്റിൽ ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സെറ്റാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ. 2012 ഡാത്തടിയയിലേക്ക് സെറ്റ് നടന്നു ചെല്ലുന്നു ക്യാമറ ക്രൂവിലേക്ക്. 2018 അനുരാഗ് കരിക്കും വെള്ളം ഇൻഡിപെൻഡന്റ് സിനിമാറ്റോഗ്രാഫർ ആവുന്നു. അപ്പം നമ്മൾ എപ്പോഴാണ് എനിക്ക് സ്വന്തം പടം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ? അല്ല, ജിംഷി എപ്പോഴാണ് തീരുമാനം എടുത്തത്? തീരുമാനം എടുത്തത് ഒരു പടം വന്നപ്പോഴാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഞാനൊരു 4.5 വർഷത്തോളം അസിസ്റ്റ് ചെയ്തു. ഓരോരുത്തരുടെ ഇവരുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അസിസ്റ്റ് ചെയ്ത് മടുക്കും. അതിപ്പോൾ ഡി പി ആരാണെന്നുള്ളതല്ല, ഇപ്പോൾ ഡീക്കിൻസ് ആണ് നമ്മുടെ ഡി പി എങ്കിലും എത്ര കാലം ആളുടെ കൂടെ നിൽക്കും? അല്ലെങ്കിൽ നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ എനിക്കും പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. എനിക്കും മടുത്തു ഈ അസിസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അവിടെ ഒരു ഗ്രോത്ത് നടക്കുന്നില്ല. പിന്നെ എപ്പോഴും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ത്വരയും ഉള്ളിലുണ്ടല്ലോ, സ്വന്തമായിട്ട് പടം ചെയ്യണം എന്നുള്ളൊരു ത്വരയുണ്ട്. അപ്പോൾ വെൻ യു ഗെറ്റ് ബോർഡ് ഓഫ് യുവർ അസിസ്റ്റിംഗ് ലൈഫ്, അപ്പോഴേ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണം. നമ്മൾ ബോറടിക്കുമ്പോഴാണ് അടുത്ത ഓപ്പർച്യൂണിറ്റി വരിക അല്ലേ? സൂപ്പർ. അനുരാഗ് കരിക്കും വെള്ളത്തിന് മുമ്പേ ഉള്ള ജിംഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അന്ന് ജിംഷി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ജിംഷി എവിടെയായിരുന്നു? ഇപ്പം മായാനദി എടുക്കുകയാണെങ്കിൽ അതിൽ ക്യാമറ ആൻഡ് ഇലക്ട്രിക് ക്രൂവിൽ ജിംഷിയുടെ പേരുണ്ട്. അനുരാഗ് കരിക്കും വെള്ളം ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പം ഈ പറഞ്ഞ ഡി പിസിൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മോർ ദൻ 25 ഫിലിംസ് ഹാവ് അസിസ്റ്റഡ്. 25-26 പടത്തോളം ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4.5 വർഷം കൊണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്കൂൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു റീറ്റെയിലർ ആയിരുന്നു. ഐ വാസ് എ റീറ്റെയിലർ. ഞാൻ അപ്പാരൽസ് ആൻഡ് ഗാർമെന്റ്സ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ ടെറൈനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
കൊച്ചിയിൽ MG റോഡിലുള്ള സ്റ്റോറിൽ ഹോളിഡേ കൺസൾട്ടൻസി ഐ വാസ് വർക്കിംഗ് ഫോർ എ ഫേം. ഐഡിയയുടെ കോൾ സെൻറ്ററിൽ, അതായത് പോസ്റ്റ് പെയ്ഡ് കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ടൈൽസിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഹാർബർ. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ചെറിയ പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടി ഹാർബറിലും പോകും. വി ഹാഡ് എ വെരി ഗ്രേറ്റ് ചൈൽഡ്ഹുഡ് ഇൻ ദാറ്റ് സെൻസ്. എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം പയറ്റിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ആദ്യം ചെല്ലുമ്പോൾ ഹോപ്പ്ലെസ് കിട്ടുന്നല്ലോ. പക്ഷേ ഈ സിനിമാറ്റോഗ്രാഫി കിക്ക് കയറി തുടങ്ങിയ മൊമെന്റ് ഓർക്കുണ്ടോ? ഞാൻ ഡാത്തടിയ കഴിഞ്ഞു. അതിനുശേഷം ആൽബിച്ചേട്ടൻ്റെ കൂടെ ഹണി ബി ചെയ്തു. അതിനുശേഷം വേറൊരു പടം കൂടെ ചെയ്തു. മൊത്തം ഞാൻ 3 പടത്തിന് ശേഷം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. 5Dയിലൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അപ്പോൾ വെരി ചെറിയൊരു പരിപാടി, ഒരു 5 minutes or 3 minutes. യൂട്യൂബിൽ കാണാൻ കിട്ടോ? ഇല്ല, യൂട്യൂബിലില്ല. എടുത്തൊഴിവാക്കിയ അറിയില്ല. അത് ചെയ്തപ്പോഴാണ് എനിക്കൊരു വിശ്വാസം തോന്നിയത്. ഓക്കെ, ചെയ്യാൻ പറ്റും. അത് ഫ്രെയിം കണ്ടിട്ട് വാവ്, എന്നാൽ ഞാൻ പൊളിക്കും എന്നല്ല തോന്നിയത്. പക്ഷേ നമ്മൾ 3 ദിവസം എന്തോ ഷൂട്ട് ചെയ്തത്. ഒരു പ്രോജക്റ്റ് തുടങ്ങി അതിന്റെ ഡയറക്ടർ പറഞ്ഞ പോലെയൊക്കെ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റി. അതിന്റെ ഫൈനൽ ഡേ പാക്കപ്പ് ആയി ആൻഡ് ദ ക്രൂ ആർ ഹാപ്പി. പക്ഷെ നമ്മുടെ കയ്യില് ഇപ്പൊ വി ഹാവ് എൻ എൻഡ് പ്രൊഡക്റ്റ് ആൻഡ് എവറിബഡി ഈസ് ഹാപ്പി വിത്ത് ഇറ്റ് ആൻഡ് ഐ ബീൻ എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോഴാണ് മനസ്സിലായത് ഐ ക്യാൻ പുൾ ഇറ്റ് ഓഫ്, അല്ലെങ്കിൽ പിടിച്ചു നോക്കാം. ആ പ്രോജക്റ്റിൽ ഖാലിദ് റഹ്മാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും അസിസ്റ്റ് ചെയ്യുന്ന സമയം വി വർ വെരി യങ് ഇൻ ദ സെൻസ് 23-24 ആ സമയം. ഓക്കെ, ഇപ്പോൾ ഖാലിദ് ബ്രദേഴ്സ് എന്ന് പറയുന്ന തന്നെ ഒരു ബ്രാൻഡാണ്. ഷൈജു ഖാലിദ്, ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി എ ഖാലിദ് ബ്രദർ ഇൻ സിനിമ? ഐ എം വെരി ഹാപ്പി. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം പ്രൗഡ് ഓഫ് ദീസ് 2 brothers. Yeah, I'm extremely proud of these 2 brothers and they are doing far better than me also. അതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. I believe that. I personally believe that they are like highly talented than me. അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്. ആൻഡ് അവരുടെ ഒരു അവരൊരു സഹോദരനാണെന്നുള്ളതിലും I'm happy with that. ജിംഷി ഖാലിദ്, ഖാലിദ് റഹ്മാൻ റാപ്പോ എങ്ങനെയാണ് ആസ് എ ബ്രദേഴ്സ്? വെരി ഗുഡ് റാപ്പാണ്, നല്ല റാപ്പാണ്. ആൻഡ് വി ഫൈറ്റ് എ ലോട്ട്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്കായാലും അവനായാലും ആസ് ബ്രദേഴ്സ്. ആൻഡ് ഇപ്പോൾ ഈ ചെറുതിലാണെങ്കിൽ ഷൈജുക്കും ഞാനും തമ്മിലാണെങ്കിൽ ഒരു 10 years ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഞാനും തമ്മിലൊരു 2 വയസ്സേ ഉള്ളൂ. അപ്പം ഞങ്ങളെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഹൈസ്കൂൾ കാലഘട്ടം മുതൽ ഞാനും ഇവനും ഒരുമിച്ചാണ്. അപ്പോൾ അതിൻ്റെതായൊരു റാപ്പോ ഉണ്ടാവുമല്ലോ. ടൂറ് പിന്നെ എല്ലാം കോമൺ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ടൂറ് പോകുന്നതാണെങ്കിലും സ്കൂൾ അല്ലെങ്കിൽ ഐ മീൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് പോകുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവനുണ്ടാവും. അപ്പോൾ ഫ്രം ചൈൽഡ്ഹുഡ് ഹി ബീൻ ദെയർ വിത്ത് മീ. എല്ലാ നല്ലതിനും ഉടായ്പിനും എല്ലാത്തിനും പുള്ളിയുണ്ട്. അപ്പോൾ അതാണ് ഞാനും അവനും തമ്മിലുള്ള റാപ്പോ. ആൻഡ് ഇപ്പോൾ ഒരു കുറേ നാളായിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും ഇപ്പം ഒരു 2-3 months ആയിട്ട് വി നോട്ട് ഇൻ ടച്ച് എന്ന് വിചാരിക്കട്ടെ, ബിസി ആണെന്ന് വിചാരിക്കാം. ഡസൻറ്റ് മാറ്റർ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ എപ്പോൾ വിളിക്കുക, അത് എപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്നു, അത് മതി. ഷൈജു ഖാലിദ് ബിഗ് ബിയുടെ പാർട്ടാകുമ്പോൾ ജിംഷി ഖാലിദ് 10th ക്ലാസ്സിലാണ്, സ്കൂളിലാണ് എന്തായാലും അല്ലേ? ആ സമയത്ത് നിങ്ങളുടെ സിനിമ ഇപ്പം ബിഗ് ബിയിൽ ഷൈജു ഖാലിദ് ഇക്കാക്ക വരുന്നു, പാർട്ടാവുന്നു. അപ്പം നിങ്ങളുടെ സിനിമാ സംസാരങ്ങളൊക്കെ എന്തായിരുന്നു ഖാലിദ് റഹ്മാന്റെയും ജിംഷി ഖാലിദിന്റെ ഒക്കെ? ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെയാണ് പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആ ബിഗ് ബി വീടാണെങ്കിലും അവര് ആ സ്ട്രീറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും, മട്ടാഞ്ചേരിയിലെ സ്ട്രീറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവൻ ഷൈജു ഖാനെ ലോക്കലി എല്ലാവർക്കും അറിയാം. ഒരു മൊമെന്റ് ആയിരുന്നു ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പോലും. എൻ്റെ അടുത്ത് ചോദിക്കും, വേണം നിന്റെ ഇക്കാക്ക ആ പടത്തിൽ ആ ഷൂട്ടിങ്ങിൽ നിന്റെ ഇക്കാക്ക ഉണ്ടാവും. ഞാനുണ്ട്.
പിന്നെ ഞങ്ങളും ഇടയ്ക്ക് പോവായിരുന്നു, ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോവായിരുന്നു. പിന്നെ ഷൈജുക്ക മാത്രമല്ല, സമീർ ഖാൻ അത് ഷൂട്ട് ചെയ്യണം. അപ്പൊ എനിക്കും ചെറുതിലെ പുള്ളിനെ അറിയാം. അപ്പൊ അന്ന് ബിഗ് ബി ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഉള്ളില് സിനിമ ആഗ്രഹങ്ങൾ മുട്ടിട്ടോ? ഷൈജു ഖാലിദ് പടം അതിന് മുമ്പേ ഉണ്ട്. അതിന് മുമ്പേ ഈ പറഞ്ഞ മാതിരി വി വർ ഫിലിം ബഫ്സ്. ഓക്കെ. സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്കും സിനിമ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിലൊന്നും ആയിരുന്നില്ല. സിനിമ കാണും പക്ഷെ ഭയങ്കര ഹൈ ആയിട്ട് കാണുമായിരുന്നു. ഇറങ്ങുന്നതെല്ലാം നല്ലതും ചീത്തയും ഞങ്ങൾ കാണുമായിരുന്നു. ജിംഷി ആസ് എ സിനിമാറ്റോഗ്രാഫർ, ഖാലിദ് റഹ്മാൻ ആസ് എ ഡയറക്ടർ, ആ റാപ്പും എങ്ങനെയാണ് നിങ്ങളുടെ ആസ് ബ്രദേഴ്സ് അല്ലാതെ? കാരണം ഡിമാൻഡിങ് ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ പറയാം. അതെ. നേരത്തെ ഞങ്ങള് ഇനീഷ്യലി ഞങ്ങൾ അനുരാഗരിക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന റാപ്പോ അല്ല, ടൈപ്പ് ഓഫ് വർക്ക് ഫ്ലോ അല്ല ഇപ്പൊ ഞാനും റഹ്മാനും തമ്മിൽ അഫിലിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പൊ അനുരാഗക്കരിക്കുമ്പോഴും ആണെങ്കിൽ പോലും ഈ പുള്ളിക്ക് 24 വയസ്സാ പടം ചെയ്യുമ്പോൾ. ആൻഡ് ഐ എം 26. Our editor is also 27 or something. പിന്നെ ഞങ്ങളുടെ മെയിൻ ടെക്നീഷ്യൻസ് എല്ലാം ന്യൂ കമേഴ്സ് ആണ്. ഒന്നാമത്തെ ഒരു കാര്യാലേക്കുണ്ട്, നമ്മൾ 2015 ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തേനേക്കാളും പ്രഷറായിരുന്നു അന്ന്. ഇപ്പൊ നമുക്ക് തന്നെ ഉള്ളിൽ ഡൗട്ടൊക്കെ തോന്നുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത് ആ സമയത്താണെങ്കിൽ. അപ്പോഴൊക്കെ റഹ്മാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അത് പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കരിക്കുമ്പോഴൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ഭയങ്കര വാശിക്കാരനായിരുന്നു. അതെ, ഞാൻ റഹ്മാൻ്റെ അടുത്തും ഞാൻ ഭയങ്കര വാശി കാണിക്കുമായിരുന്നു. അവൻ പല കാര്യങ്ങളും അവൻ അംഗീകരിക്കേണ്ടി വരുമായിരുന്നു ഞാൻ പറയുന്നത്. പിന്നീട് ഉണ്ട കഴിഞ്ഞു, അതിനുശേഷം പുള്ളി ലവിലേക്ക് വരുമ്പോൾ അതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചൊരു സിനിമയാണ്. കോവിഡ് വന്നുകൊണ്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ആ സിനിമ സംഭവിക്കുമായിരുന്നു, പക്ഷെ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. വേറെ പോലെ ഇരുന്നേനെ സിനിമ. ആ പടത്തിലേക്ക് വരുമ്പോഴേക്കും എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, പുള്ളിനെ ശല്യം ചെയ്യരുത് എന്നുള്ളത്. അധികം ഡിമാൻഡ് ചെയ്യരുത്. അല്ല, അതായത് ഇങ്ങനെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് പുള്ളിക്ക് ഒരു തരത്തിലുള്ള ഒരു തലവേദന ഇല്ലാതെ എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അല്ല, ആ ഒരു തലവേദന ഇല്ലാതെ പുള്ളിയുടെ ജോലിയിൽ 100% പുള്ളിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഒന്നും അവൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും ഡിമാൻഡ് ചെയ്യാറില്ല. അവനെങ്ങനെ വേണോ, ഒബ്വിയസ്ലി ഇപ്പം എല്ലാ ഷോട്ടിനും ഇപ്പോഴും നമ്മൾ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, സജഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് ഓപ്ഷൻസ് അവന് കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഇഫ് ഐ ഫീൽ ലൈക്ക് വാട്ട് ഹീ സൈഡ് ഇസ് സ്റ്റുപ്പിഡിറ്റി, ഞാൻ അങ്ങനെ തന്നെ പറയണേടാ, മണ്ടത്തരല്ലേ. അതേപോലെ തിരിച്ചും പുള്ളി പറയാറുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫൈനലി വേറൊരു തർക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ പുള്ളിക്ക് സ്മൂത്തായിട്ട് പുള്ളിക്ക് ആവശ്യമുള്ള പോലെ അത് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലവ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജിംഖാനെ എടുക്കാം, രണ്ടുപേർക്കും ബോക്സിംഗ് അറിയാം, രണ്ടുപേരും ബോക്സിംഗ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സീൻ കൺസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൂടുതലും ജിംഷി പറയുമോ? ബിക്കോസ് ഇറ്റ് ഇസ് എ റിയൽ സ്റ്റോറി, റിയൽ ഇൻസിഡന്റ് വേണമെങ്കിൽ പറയാം. ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ വി ബോത്ത് ലിവ് ദാറ്റ് മൊമെന്റ്. ഞങ്ങൾ ഒരുമിച്ച് ആ സിറ്റുവേഷനിൽ ഉണ്ടായി ഇതെല്ലാം കണ്ടും കേട്ടും എക്സ്പീരിയൻസും ചെയ്തിട്ടുള്ള ആളുകളാണ്. അവന് പറയാനുള്ളതൊക്കെ തന്നെ എനിക്കും സജഷനായിട്ട് പറയാനുള്ളൂ. പിന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ഹി ബിൽഡ് സീൻ ടു സീൻ പുള്ളി എങ്ങനെ ബിൽഡ് ചെയ്യുന്നു ഉള്ളതാണ്. പിന്നെ എനിക്ക് എന്തൊക്കെ സജഷൻസ് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് വെൻ വി ഷൂട്ട് ബോക്സിങ്, ആർക്ക് എപ്പോൾ എങ്ങനെ ഇടികൊള്ളും എന്നൊക്കെ ഉള്ള വ്യക്തമായ ധാരണ റഹ്മാനുണ്ട്. പക്ഷെ അത് ഹൗ ടു ക്യാപ്ചർ ഇറ്റ് എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫുൾ ഫ്രീഡം പുള്ളി എനിക്ക് തരാറുണ്ട്. അതിലൊരു ഇഞ്ച് പോലും പുള്ളി അത് വേണോ അല്ലെങ്കിൽ ഇത് വേണ്ട മറ്റത് മതി അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് അറിയാം ഐ ക്യാൻ ഡു ഇറ്റ്. അതുകൊണ്ടാണല്ലോ എന്നെ വെക്കുന്നത്. ഇതിൽ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇല്ല, നമ്മുടെ മറ്റേ തൃശ്ശൂർ സ്റ്റേറ്റ് ബോക്സിംഗ് പരിപാടിയില്ലേ, ഞാൻ പറഞ്ഞ അതാണ് ചെയ്യാൻ പോണത്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിറ്റിങ്ങിൽ പുള്ളി ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ഇതിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ പരിപാടികൾ എന്താണ്, പിന്നെ സീൻ ടു സീൻ എല്ലാ സീനും ഒന്ന് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ദാറ്റ്സ് ഇറ്റ്.
അതല്ലാതെ ഞാൻ വായിച്ചിട്ടില്ല. സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. സ്ക്രിപ്റ്റ് വായിക്കണോ സിനിമാറ്റോഗ്രാഫർ ജിംഷിയുടെ? വായിക്കണം. ഞാൻ ഇത് എല്ലാ തവണയും ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് സിനിമ ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയ്ക്ക് പർട്ടിക്കുലർലി ഈ സിനിമയ്ക്ക് എനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലിവ് ദാറ്റ് സിനിമ. ഐ ലിവ് ദാറ്റ്. അപ്പൊ അതില് എനിക്കറിയാത്തൊരു ഡീറ്റെയിലും ഇല്ല. പിന്നെ അതിലെന്തെങ്കിലും സിനിമാറ്റിക്കലി വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രാമ ബിൽഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് അയാൾ ആ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിലെവിടെയൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അതിൻ്റെ മുകളിലേക്ക് ഇത് ഡയലോഗ്സ് വായിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ. ത്രൂ ഔട്ട് ദിസ് ടൈം ആ ഒരു ജെല്ല് ഞങ്ങൾ തമ്മിൽ ഉള്ളത് കൊണ്ട് ഇയാളായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ മേ ബി പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിംഷിക്ക് സ്ക്രിപ്റ്റ് വായിക്കുന്നതിനെക്കാട്ടിലും പറഞ്ഞു കേൾക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അതെ. അതെങ്ങനെയാ വർക്കാവുക ആസ് എ സിനിമാറ്റോഗ്രാഫർ? ഒന്നാമത്തെ കാര്യം ഞാൻ ഭയങ്കര സ്ലോ റീഡറാണ്. അത് ഇംഗ്ലീഷ് ഓർ മലയാളം ഞാൻ ഇങ്ങനെ ഒരു പേജൊക്കെ വായിച്ച് ഇത്തിരി സമയം എടുക്കും. റഹ്മാനൊക്കെ ഈ പേജ് വായിക്കുമ്പോഴേക്കും പുള്ളി ഇതിനെ പിടിച്ചു തുടങ്ങും. നമ്മളൊരു 4 seconds തന്നെ ആ പേജ് മറിയും. പുള്ളി ഈ പേജ് തുടങ്ങുമ്പോ അടുത്ത പേജ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പയ്യനെ മറിഞ്ഞു വരും. ഇത് ഇവിടെ എത്തുമ്പോഴേക്കും പുള്ളി താഴെ എത്തിയിട്ടുണ്ടാവും. ഞാനൊരു രക്ഷയില്ല. ഒന്നത് ഞാൻ അങ്ങനെ ഭയങ്കര സ്ലോ റീഡറാണ്. ഉറങ്ങിപ്പോവും വായിച്ചാല്. അപ്പൊ പറയാൻ പറയും. പിന്നെ എനിക്കും ഇഷ്ടം കഥ കേൾക്കാനല്ലേ. നമുക്ക് എല്ലാവർക്കും അതല്ലേ ഇഷ്ടം. എനിക്കത് വായിക്കുന്ന രസമാണ്. പക്ഷെ അത് നന്നായിട്ട് നറേറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരാൾ മുന്നിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ഇറ്റ്. പിന്നെ ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണോ എല്ലാവരും സിനിമാറ്റോഗ്രാഫേഴ്സ് കൂടുതലും കേൾക്കാനാണ് ഇഷ്ടം, അത് വായിക്കുന്നവരുണ്ടോ? ഇല്ല, എല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സിനിമാറ്റോഗ്രാഫേഴ്സ് അവർക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ എവ്രിബഡി വിൽ ബി ഹാവിങ് എ ബൗണ്ടഡ് സ്ക്രിപ്റ്റ്. എന്നിട്ട് അവര് ഓരോ ഏരിയാസ് മാർക്ക് ചെയ്യുകയും അതിന്റെ ബാക്ക് പേജിൽ അവരെന്താണ് അവരുടെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നോ അതെല്ലാം ചിലപ്പോൾ പാലറ്റ്സ് വരെ ചിലർ എഴുതി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ തൃശ്ശൂർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിനിമയിലെ കൊച്ചി സ്റ്റേറ്റ് മത്സരം. അത് റിയലി നടന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടില് സ്റ്റേറ്റ് മത്സരമായിരുന്നു അല്ലേ? സ്റ്റേറ്റ് മത്സരം. ഓക്കെ, നിങ്ങളുടെ ബോക്സിംഗ് കാലഘട്ടത്തിലേക്ക് പോവാം. കൊച്ചിയിൽ നിങ്ങൾ ബോക്സിംഗ് പഠിച്ച് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ജിംഖാന. ട്രൂ ഇവന്റ്സ് എത്ര ശതമാനം ഉണ്ടാവും? 70, 60, 80? 70 ഇൻസ്പയർഡ് ഉണ്ട്. 70% നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവം തന്നെയാണല്ലേ? When it comes to the second half അല്ലേ? അപ്പൊ ശരിക്കും വാക്ക് ഓവറൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ദീപകിന്റെ ഉണ്ടായിട്ടുണ്ട്. ആണോ? തൃശ്ശൂരിൽ നിന്ന് വന്ന് ഞെട്ടിച്ചോ അങ്ങനെ? തൃശ്ശൂര് അത് നമ്മുടെ ഓപ്പണന്റ് തൃശ്ശൂരുള്ള ഒരു ബോക്സർ ആയിരുന്നു. പിന്നെ അപ്പൊ അവിടുത്തെ തന്നെ തൃശ്ശൂരാണ് മത്സരം നടക്കുന്നത്. പിന്നെ ഹെവി വെയിറ്റ് ആണ് ഇവര്. ഹെവി വെയിറ്റ്സ് കാണാൻ വേണ്ടി നാട്ടുകാർ ഒരുപാട് അധികം കൂടും. ആദ്യം കുട്ടികളുടെ ഇടി കഴിഞ്ഞിട്ടാണ് ഇവര് വലിയ വെയിറ്റ് ക്ലാസിന്റെ ഇടിയൊക്കെ നടത്തുക. ഫൈനലി തൃശ്ശൂരിന്റെ പിള്ളേരുടെ ഒച്ചപ്പാടും അവരുടെ ആരവം അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് നമ്മൾ കൊച്ചിയുടെ ക്യാപ്റ്റൻ ആക്ച്വലി നല്ല രീതിയിൽ ഇടിച്ചു. ഫസ്റ്റ് റൗണ്ട് പോയിന്റ് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായി നമ്മളാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. സെക്കൻഡ് റൗണ്ടും പോയി. സെക്കൻഡ് റൗണ്ടും പുള്ളി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ഇത് നടന്നതാണ്. അപ്പൊ ഗണപതിയുടെ ക്യാരക്ടർ അതാണ്. അത് പടത്തിൽ പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് പുള്ളി അത് ചെയ്തത്. അപ്പൊ സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ടായോ? ഇല്ല. അത് നമ്മള് ആയിനെ ഞങ്ങള് ഓട്ടം വരെ നടന്നിട്ടുണ്ട്. ആ സ്ട്രീറ്റ് ഫൈറ്റ് കഴിഞ്ഞിട്ട് പിള്ളേർ ഓടി രക്ഷപ്പെടുന്നതും ആംബുലൻസിന് കൈ കാണിച്ചിട്ട് ആംബുലൻസ് വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും നടന്നതാണ്. ശരിക്കും നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കൊച്ചി വരെ ആംബുലൻസിലാണോ വന്നത്? ഞങ്ങള് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് വെളുപ്പിന് ഇതേപോലെ വെളുപ്പം കാലത്ത് 4 മണിക്ക് എന്തോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്ന് 5 പൈസ ഇല്ല. ഞങ്ങള് സൗത്തിൽ നിന്ന് മട്ടാഞ്ചേരി വരെ നടക്കണം. ഇപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴേക്കും ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. ഞങ്ങൾ അതിനെ കൈ കാണിച്ച് ചോദിച്ചു, ചേട്ടാ. അപ്പൊ കൊച്ചിക്കായിരുന്നു പുള്ളി, തോപ്പുംപടിക്കായിരുന്നു. പുള്ളി വീട് വരെ ആക്കി തന്നു. ഇതുപോലെ ഒരു കോച്ച് ഉണ്ടായിരുന്നോ ലുക്മാനെ പോലെ? നമുക്ക് കോച്ച് ഉണ്ടായിരുന്നു, പക്ഷേ വന്നില്ലായിരുന്നു പുള്ളി. പുള്ളി വന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ കച്ചറുണ്ടായി, അടിയുണ്ടായി ഈ ചെറിയ
വാക്ക് ഓവർ കൊടുത്തിട്ട് വോക്ക് ഓവർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഓടാനും മാത്രമുള്ള ചെറിയൊരു കോമഡി അവിടെ നടന്നായിരുന്നു. ഓക്കെ. അങ്ങനെ ഞങ്ങള് എല്ലാം പാക്ക് ചെയ്തു ഓടടാ ഓട്ടം. അതെ. റൗണ്ടിൽ കൂടെ ഓടിയിട്ടുണ്ട്. അത് ശരിക്കും ഈ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോക്സിങ് പഠിച്ചു തുടങ്ങിയത് +2 കഴിഞ്ഞ് നിൽക്കുമ്പോൾ? അതെ. ഞാൻ ആ സമയത്ത് ബോക്സിംഗ് പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് ആണ് ചൂസ് ചെയ്തത്. കൊച്ചി റെസ്ലിംഗിന്റെ നാടാണ് ശരിക്കും. അതെ. പിന്നെ എനിക്ക് ഇപ്പം ഈ പറഞ്ഞ മാതിരി ബോക്സിങ് അല്ലെങ്കിൽ റെസ്ൽ ചെയ്ത് സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് അടിച്ച് അങ്ങനെയുള്ള അതിമോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തോറ്റാ 15 മാർക്ക് കിട്ടുള്ളൂ, 14 മാർക്ക് എന്തോ കിട്ടും. അപ്പൊ ഞാൻ 2 കാറ്റഗറിക്ക് എനിക്ക് 30 മാർക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് കിട്ടിയാലും മതി. അത് മതി. അപ്പൊ ഞാൻ 2 കാറ്റഗറിയിൽ പേര് കൊടുത്തു. ഒന്ന് ആം റെസ്ലിംഗും ഒന്ന് ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗും. രണ്ടിലും തോറ്റു. എനിക്ക് 30 മാർക്ക് കിട്ടി. ഐ വാസ് ഹാപ്പി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവന്മാരൊക്കെ ഇടിച്ച് ജയിച്ചു. അങ്ങനെ ഇവര് സ്റ്റേറ്റ് പോവാണ്. ശരിക്കും ജില്ലയിൽ ജയിച്ചു. അപ്പൊ 1-2 ആയിരുന്നു. വെറും 1-2. വെറും 1-2. പക്ഷെ കൂട്ടുകാരനാണ് ഇടിച്ചിട്ടുണ്ട്. അതെ. ഈ വലുത് ചെറുത് ഷാനു എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് ആക്ച്വലി ഉള്ളതാണ്, ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്നതാണ്. അവർക്ക് പടം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ എനിക്കറിയില്ല അവന്മാർ കണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ട് ഇത് മനസ്സിലായോ എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അതിൽ പലരും ഗൾഫിലും പുറത്താണ്, അവിടെ ഇവിടെയൊക്കെയാണ്. ഗേൾസ് ടീം ഉണ്ടായിരുന്നോ? അനഘയുടെ ക്യാരക്ടർ, അനഘയുടെ അവിടെ ഒരു 10-15 അനഘമാരുണ്ടായിരുന്നു. അതെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഞങ്ങള് ഭയങ്കര ഇംപ്രസ്ഡ് ആയിപ്പോയി ഈ ഗേൾസിൽ. ഫൈറ്റ് അമേസിംഗ്ലി മാൻ. ഭയങ്കര ഭംഗിയാണ് അവരുടെ ഫൈറ്റ് കാണാൻ. സായി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളാ. അവര് രാവിലെ എണീക്കുന്നത് തന്നെ ട്രെയിൻ ചെയ്യാനാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് കിടന്നുറങ്ങുന്നത് തന്നെ, എഴുന്നേൽക്കുന്നതും. ദേ ലിവ് ഫോർ ബോക്സിങ്. വളരെ ചെറിയ പ്രായം മുതലേ ഈ പിള്ളേരുടെ കോൺഫിഡൻസും ദീസ് ബ്യൂട്ടിഫുൾ, നമ്മളും ടീനേജേഴ്സാണ്, നല്ല സുന്ദരികളായ പെൺപിള്ളേര്, അവര് വളരെ ഭംഗിയായിട്ട് ബോക്സ് ചെയ്യുന്നു. ബോക്സിംഗ് വീണ്ടും തുടങ്ങിയെന്ന് കേട്ടു. ഞാൻ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് കിക്ക് ബോക്സിംഗ് ആണ്, ബോക്സിങ്ങിലാണ് തുടങ്ങിയത്. ഞാൻ മുയത്തായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ അന്നത്തെ ബോക്സിംഗ് കാലഘട്ടം പറഞ്ഞുതരുമോ? ഖാലിദ് റഹ്മാനും ജിംഷിയും കൂടി അന്ന് എത്ര കാലം പഠിച്ചു? ഒന്നും പഠിച്ചില്ല. ബേസിക്കലി ഇതില് ആർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർഷൽ ആർട്സിന്റെ ഒരു ഇഷ്ടം ഇപ്പൊ എനിക്കായാലും റഹ്മാനായാലും തോന്നി തുടങ്ങുന്നത്, ഷൈജുക്ക സീരിയസ് പ്രാക്ടീഷണർ ആയിരുന്നു കിക്ക് ബോക്സിങ്. പുള്ളി ചെറിയ കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആർട്ടിസ്റ്റ് കുനിഞ്ഞാൽ പോലും കൈ വന്ന് ഫ്രെയിമിലേക്ക് കയറുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്, ആർട്ടിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആളുടെ ഡക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നെസ്ലിലാണോ ഖാലിദ് റഹ്മാൻ? ദുൽഖർ നായകനായ ആന്റണി വർഗീസ് പ്രധാന ഒരു ഈക്വലി എന്ന് വേണമെങ്കിൽ പറയാം, വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന, നാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന